കോമൺ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞുതരാം. ജോൺ ഗ്രേ എഴുതിയ മെൻ ആർ ഫ്രം മാസ് വുമൺ ആർ ഫ്രം വിനസ് എന്ന പുസ്തകമാണിത്. 1992 ലോകത്ത് പ്രശസ്തമായ റിലേഷൻഷിപ്പ് സെൽഫ് ഹെൽപ്പ് ബുക്കാണിത്. ഇതിൽ ബേസിക്കലി പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. പുരുഷന്മാർക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നാൽ അവർ ഭയങ്കര സൈലന്റ് ആവുന്ന, ലൈക്ക് കേവ് പോലെ. സമയമെടുക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ദാറ്റ് ടൈം ഗേൾസ് ചിന്തിക്കും, വൈ ഹി ഇഗ്നോറിംഗ് മീ? ആക്ച്വലി അത് ഇഗ്നോറിംഗ് അല്ല, അവർ റീചാർജ് ചെയ്യാണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമോഷൻസ് വേവ്സ് പോലെയാണ്. അതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അവർക്ക് വേണ്ടത് അവർ സ്ട്രെസ് ഉള്ള സമയത്ത് അവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ അവരുടെ ഇമോഷൻസ് കേൾക്കാൻ ഒരാള്, അത് പറയാൻ ഒരാള്. അവർക്ക് വേണ്ടത് സിമ്പതിയാണ്. അതൊക്കെ പോട്ടെ, സത്യം പറഞ്ഞാല് നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡർ എങ്ങനെയാണെന്നും എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പിലും 90% പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റും. അവിടെ ഈഗോ ക്ലാഷോ ഡിസ്റ്റൻസോ ഒന്നും ഉണ്ടാവില്ല. ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ് ഡീപ് ലവ് മാത്രമേ ഉണ്ടാവൂ. ആൻഡ് പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മളെ ഭാഗം മാത്രം നോക്കാതെ ഓപ്പോസിറ്റ് ജെൻഡർ എന്തായിരിക്കും ചിന്തിക്കുക, അവരുടെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആയാൽ തന്നെ ഏതൊരു പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ജോൺ ഗ്രേ പറയുന്നത്. അതുകൊണ്ട് തന്നെ 90s മുതൽ ഇന്ന് വരെ ഈ ഒരു പുസ്തകം ബെസ്റ്റ് സെല്ലറാണ്. ബിക്കോസ് ദിസ് ഇസ് എ യൂണിവേഴ്സൽ സ്ട്രഗിൾ അഡ്രസ്. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ജോൺ ഗ്രേ പറഞ്ഞ തിയറി ഇപ്പോഴും വാലിഡ് ആണെന്ന്? കമന്റ് ചെയ്യൂ.